ഹരി ഓം. ഈശ്വര ചിന്ത കുഞ്ഞുങ്ങളിൽ വളർത്തേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി ജനങ്ങൾ വിചാരിക്കുന്നത് ഒരു വാർദ്ധക്യത്തിൽ ഒരു 60 കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്നാണ്. അങ്ങനെയല്ല വേണ്ടത്. കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ അവരിൽ ഈശ്വര വിശ്വാസം വളർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ചില മതങ്ങളിൽ അവരുടെ അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ്, ചെവിയിൽ ഓതിയിട്ടാണ് അവർ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾ വ്യതിചലിക്കുകയില്ല. അതേപോലെ നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പാന്നോ എന്തെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഓതേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് അവർ വളരും. കുട്ടികളെല്ലാം തികഞ്ഞവരായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പറയുന്നത്. പണ്ട് പറഞ്ഞിരുന്നത് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് കുട്ടികൾ വരുന്നതെന്നാണ്. കുട്ടികൾ ക്ലീൻ സ്ലേറ്റ് ആയിട്ടല്ല വരുന്നത്, അവരെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. അതിന് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്നാണ്. അപ്പോൾ ആ പെർഫെക്ഷൻ അവരിലേക്ക് വളർത്തുകയേ വേണ്ടൂ. നമ്മൾ നിരന്തരമായിട്ട് ഈശ്വര കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അവരെ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ബിംബങ്ങൾ ഗുരുദേവൻ്റെ ആയിക്കോട്ടെ, മുരുകൻ്റെ ആയിക്കോട്ടെ, പിക്ചേഴ്സ് എല്ലാം കാണിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ടും വളരെ ഗൗരവമായിട്ടും അവരോട് സംസാരിച്ചാൽ അവരുടെ ഉള്ളിൽ നിന്ന് തിളങ്ങി വരുന്നത് കാണാം. കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാം. ഇതിവരെ ആര് പഠിപ്പിച്ചു എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ വരുന്നത്. അത് മാനിഫെസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടി ബാല്യത്തിൽ തന്നെ ആരംഭിക്കണം. അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള തീർത്ഥസ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയോ സ്വാമിജിമാരെ പരിചയപ്പെടുത്തുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് ഒരു നോർമൽ സംഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ നമ്മളെ ലീഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ. ഒരു 10 വയസ്സിനുള്ളിൽ ഇവരിൽ എല്ലാം തികയ്ക്കണം. അവരിലെ ഉള്ളിലെ മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. ഇതൊരു ഭാരപ്പെട്ട പണിയാണെന്ന് തോന്നുമായിരിക്കും, പക്ഷേ ഇതൊരു ഭാരപ്പെട്ട പണിയല്ല. ഇത് നമ്മൾ അറിയണം. ഇവരെല്ലാം അറിഞ്ഞവരാണ്, തികഞ്ഞവരാണ്. അത് നമ്മൾ ഒരു ബഹിഷ്കരണം ചെയ്യുന്നതാണ് നമ്മളുടെ ജോലി. അല്ലാതെ ഇത് നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കാതിരുന്നാൽ മതി. പൊതുവെ ആൾക്കാരെ പറയും ഈശ്വര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എവിടെയാ സമയം, പഠിക്കണ്ടേ, ട്യൂഷന് പോകണ്ടേ എന്നൊക്കെ പറയും. ട്യൂഷനോ പോകേണ്ട ആവശ്യമേ വരില്ല. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് വേഗം മനസ്സിലാകും. ജന്മനാ ഇവരെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ട്യൂഷനും പോകണ്ട. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കുകയും വേണ്ട. അവരെ ക്ലാസ്സിൽ പഠിപ്പിച്ചതനുസരിച്ച് നല്ല ഉയർന്ന നിലയിലെത്തുന്നു എന്നുള്ളത് എത്രയോ കുട്ടികളുടെ ജീവിതം കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. കുട്ടികളെ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുക. അതുപോലെ മുതിർന്നവരെയും നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴാണോ അവരതിൽ നിന്ന് വിട്ടുപോകുന്നത് അപ്പോൾ നമ്മൾ അവരെ വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളടങ്ങിയ വീഡിയോസോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളടങ്ങിയ പുസ്തകങ്ങളോ അവരെ വായിക്കാൻ നിർബന്ധിക്കേണ്ട. അവരുടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചാൽ മതി. പ്രായം കൂടുന്നതനുസരിച്ച് അവരിത് വായിക്കുകയും നമ്മളെക്കാൾ വളരുകയും ചെയ്യും. ഇത് എൻ്റെ അനുഭവമാണ്. ഹരി ഓം.